അടുത്തത് റിന്യൂവബിൾ എനർജി സെക്ടറാണ്. പല G7 അംഗങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് റിന്യൂവബിൾ എനർജിയുടെ ശേഷിയിലും സൗരോർജ്ജ ഉൽപ്പാദനത്തിലും ഇന്ത്യ ലോകത്ത് 3-ാം സ്ഥാനത്താണ്. അതുപോലെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ പിന്തുണയോടെ ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസറും കയറ്റുമതിക്കാരനുമായി ഇന്ത്യ മാറുകയാണ്. അതുപോലെയാണ് നമ്മുടെ ജാം അഥവാ ജൻധൻ ആധാർ മൊബൈൽ. G7 രാജ്യങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര വലിയ തോതിലുള്ള ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനമാണ് ഇന്ത്യയിലുടനീളം നടപ്പാക്കി കഴിഞ്ഞത്. 100 കോടിയിലധികം ആളുകളിലേക്ക് ദിനവുമെത്തുന്ന സാമ്പത്തിക സേവനങ്ങൾ മറ്റേത് രാജ്യത്തിനാണ് മാച്ച് ചെയ്യാനാവുക? ലോകത്തിന് വേണ്ട അത്യാവശ്യ മരുന്നുകളുടെ വലിയൊരു പങ്കും വിതരണം ചെയ്തുകൊണ്ട് ചെലവ് കുറഞ്ഞ വാക്സിനുകളും ജനറിക് മെഡിസിനും ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യ ഇന്ന് ലോകത്ത് മുൻപന്തിയിലാണ്. ഇനി പറയൂ, ലോകത്തെ പ്രഭുക്കളുടെ അത്താഴമേശയിൽ ഇന്ത്യക്ക് ഒരു കസേര കാത്തുവെക്കേണ്ടത് ആരുടെ ആവശ്യമാണ്?